അടുപ്പില്ല, എനിക്കെങ്ങും മേലെ ഈ വെയിലത്ത് കടന്നു. അപ്പൊ അതാണല്ലേ കാര്യം. ഉള്ളി ഉണ്ടെങ്കിലേ കറി കളത്തിലാവും. ഉള്ളിക്കൊരു വടിയുണ്ട് ഇടുക്കി. അതൊക്കെ എപ്പോഴേ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഇവിടെ ആരില്ലാന്ന്. ഞാൻ ഒറ്റക്കല്ലേ, സിംഗിൾ അല്ലേ. ഇന്നെന്തോ ആ എപ്പോ വേണേലും കാണാലോ. അതിനെന്തോ ഇന്ന് മീറ്റ് ചെയ്യാൻ കഴിയുമോ? ആ എനിക്കത്ര പ്രായമൊന്നുമില്ലേ, ജസ്റ്റ് 40. കണ്ട അത്രയൊന്നും പറയില്ലേ. ആ ഓക്കെ 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 ഓക്കെ. ആ പിന്നെ എൻ്റെ ഒരു അർജന്റ് കോൾ വരുന്നുണ്ട്, ഞാൻ ഇപ്പൊ വിളിക്കട്ടോ. ഓ ഷുവർ ഷുവർ ഷുവർ. നമസ്കാരം. നമസ്കാരം നമസ്കാരം. അമ്മൂസ് കമ്പനിന്ന് തന്നെയാണ്. അപ്പൊ അവിടെ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. പ്രൊഡക്റ്റ് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. എനിക്ക് മാർക്കാണ്. എന്തിനാ കൈ പിടിച്ച് റിസ്ക് എടുക്കണ്ടേ, ഇവിടെ അടുത്ത് വെച്ചോളൂ. ഇതാണ്. ഇതിൽ എന്തുണ്ടായാലും 24 മണിക്കൂറും ചൂടോടെ നിൽക്കും. ഓ അടിപൊളി അടിപൊളി. ഓ സൂപ്പർ. വേറെന്താ ഉള്ളത്? ഇതതിന്റെ വേറെ മോഡല്. സാറിന് പിടിച്ചു നോക്കോളൂ. വേറെന്താ, എല്ലാം കാണിക്കും. ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ട്. ആ കാണിക്കും കാണിക്കും. എന്താ ഇവിടെ പരിപാടി? ആരത്? അത് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങള്, നല്ല ചായപ്പൊടി ഒക്കെ ഉണ്ട്. ചേട്ടന് ചായപ്പൊടി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ചേച്ചിക്ക് വേണമെങ്കിൽ എടുത്തോളൂ. ഒരു കുപ്പി നിറയെ ചായപ്പൊടി ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇനിയും ചായപ്പൊടി ഇഷ്ടമാണെന്നല്ലേ? കൊറേ ഉണ്ടെങ്കിലും കുറച്ച് മുകളില് പാടിയിലോ. ഞാൻ അവിടെ നിർത്തി പോകാൻ പറ്റുന്ന അവസ്ഥയാണ് നിങ്ങളെ. ഞാൻ ഈ പൊടി എടുത്തേ ഇങ്ങോട്ട് പോകണോണിയിരുന്നു. ചായപ്പൊടി ഇങ്ങോട്ടും എവിടെ നിർത്തി പോകാൻ പറ്റാത്ത അവസ്ഥ. നല്ല മുന്തിയനം കാട്ടുകോഴിയാണ് സാബു. ഇത്തിരി റേഷനരി ഇട്ട് കൊടുത്താ ചാടി ചറബറാന്ന് കൊത്തിക്കോളും. നീ ഇൻസ്റ്റയിലൊന്നും ആക്റ്റീവ് അല്ലല്ലോ. ഇന്ന് എന്തായാലും വീഡിയോ കോൾ ചെയ്യണം കേട്ടോ. പിന്നെയാണല്ലോ വിളിക്കുന്നത്. ഹലോ ഹലോ, സാബു സാറല്ലേ? അതെ സാബു സാറാണ്, ബാങ്ക് മാനേജർ സാബു സാർ. അതെ, ഞാൻ മുകളിൽ താമസിക്കുന്ന റിമിയാണേ. ഓ റിമി ആയിരുന്നോ? ഞാൻ നിന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലായിരുന്നോ? എന്നാലും നിന്റെ ഈ സുന്ദരമായ വോയിസ് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു റിമി തന്നെ ആയിരിക്കുമെന്ന്. നമ്പർ സേവ് ചെയ്തില്ലെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് കാണാനും അതിന് ലവ് റിയാക്ഷൻ ഇടാനും എല്ലാം ചേട്ടനെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ. അത് തന്നെ എന്റെ ഭാഗ്യം. അത് താൻ വിളിച്ച കാര്യം പറയേ. എനിക്കൊരു അത്യാവശ്യം വീഡിയോ കോൺഫറൻസ് ചെയ്യാനുണ്ട്. വിളിച്ച കോമഡി പറയാതെ വിളിച്ച കാര്യം പറയും. അതെ ചേട്ടാ, ഞങ്ങൾക്ക് ഇത്തിരി സവാള. ആരടി സവാള? യു സവാള, യു ഡാഡി സവാള, യു ഡാഡിയുടെ ഡാഡി സവാള, യു മൊത്തം ഫാമിലി സവാള, ബർഗർ ആൻഡ് സാൻഡ്വിച്ച്. നീ എന്തിനാ സവാള എന്ന് വിളിച്ചത്? അത് അയാളുടെ ഇരട്ടപ്പേരാണ് സവാള സാബു. അത് വിളിക്കണ അയാൾക്ക് കലിയാണ്. അതിന് നമ്മൾ അയാളുടെ ഇരട്ടപ്പേര് വിളിച്ചതല്ലല്ലോ, സവാള ചോദിക്കാനല്ലേ വിളിച്ചത്. അത് ഇത്ര നേരം ഉള്ളി ഉള്ളി എന്ന് പറഞ്ഞോണ്ട് നീ അയാള് വിളിച്ചപ്പോ തന്നെ എന്തിനാ സവാള എന്ന് എഴുന്നള്ളിക്കാൻ നിന്നത്? എനിക്കറിയാവോ അയാളുടെ ഇരട്ടപ്പേര് സവാള എന്നാണെന്ന്. ഞങ്ങളെ നാട്ടിലൊക്കെ സവാളക്ക് സവാള എന്നാ പറയാ. നമുക്കൊരു കാര്യം ചെയ്യാം, അയാളൊന്നുകൂടെ വിളിച്ചു നോക്കാം. നോക്ക് റിമി, ഞാൻ നിങ്ങളുടെ ഹൗസ് ഓണറാ.
പിന്നെ എന്താ അധികാരത്തിന് നിങ്ങൾ എന്റെ ഇരട്ട പേര് വിളിച്ച? അത് സാബുച്ചായ, ഞാൻ സാബുച്ചായന്റെ ഇരട്ടപ്പേര് വിളിച്ചതല്ല. ഇവിടെ കറി വെക്കാനേ ഉള്ളിയില്ല. അവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ഇത്തിരി തരുമോന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അത് സാധനമില്ല, അത് അറിയാതെ പറ്റിയല്ല. അല്ലെങ്കിലും പ്രീമി എന്നെ അങ്ങനെയൊന്നും വിളിക്കില്ലെന്ന് എനിക്കറിയാം. അല്ല പിന്നെ സാബുച്ചായനെ ഞാൻ അങ്ങനെ വിളിക്കുവോ? സാബുച്ചായൻ സൂപ്പർ അല്ലേ? അവിടെ ഉള്ളി ഇരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ തരാവോ? നാളെ തന്നെ തിരിച്ചു തരാം. ഓ, ഞാൻ ഇങ്ങനത്തെ കച്ചറ സാധനങ്ങളൊന്നും വാങ്ങാറില്ല, കഴിക്കാറില്ല. ഇനി ഞാനറിയാതെ വൈഫ് അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് തരാം. പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ശരി സാബുച്ചായ, ഞങ്ങൾ സാബുച്ചായന്റെ ഉള്ളിക്ക് വേണ്ടി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. പറവകളെ പോലെ നാം മുന്നോട്ട്, ദിശയില്ല വഴിയില്ലാതെ സഞ്ചാരം അങ്ങോട്ട്. പക്ഷി കള്ളെന്നു കേട്ടാളോ